ഞാനാണ് കൂടുതൽ ഇപ്പൊ ഇതിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പൊ എനിക്ക് ഒരു പരിമിതിയുണ്ട് ഗൈസ്. ഞാനും ഇപ്പൊ പഠിക്കുകയാണ്. അപ്പം എനിക്ക് എന്റെ അച്ഛൻ്റെ അടുത്ത് പോയൊന്നും ഇവിടെ റോഡിൽ കിടക്കുന്ന എല്ലാ പട്ടികളെയും ഞാൻ പിന്നെ കൊണ്ടുപോയി വളർത്തേണ്ടി വരും. അതുകൊണ്ടാണ് എനിക്ക് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. അതിന് കാശൊന്നും അച്ഛൻ ഫുഡ് കൊടുക്കാനൊക്കെ എന്താ പറയാ ഓക്കെയാണ്. നീ ഫുഡ് കൊടുക്കുക, അത് വിശന്നത് വരുമ്പോഴേക്കും ആ ഫുഡ് എടുത്തു വിടറി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിന് വേണ്ടി അച്ഛന് പൈസ മുടക്കാനൊന്നും എന്ന് വെച്ചാൽ താല്പര്യമില്ല. ഫുഡ് കൊടുക്കാം ഓക്കെ, പക്ഷെ അതിന് വേണ്ടി പൈസ കൊടുക്കാനൊന്നും താല്പര്യമില്ല. പിന്നെ എനിക്കും ഫിനാൻഷ്യലി ഒരു സപ്പോർട്ടും ഇല്ല. എനിക്ക് തന്നെ എൻ്റെ അമ്മയും അച്ഛനും ഹെൽപ്പ് കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോണത്. ഇനി അവരുടെ അടുത്ത് റോഡിൽ കിടക്കണ പട്ടിയൊക്കെ കൂടെ ഇങ്ങനെ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്നെ ഇറക്കി വിടും, വേറെ ഒന്നും നടക്കില്ല. പിന്നെ എനിക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലി സപ്പോർട്ട് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രോമിസ് ആയിട്ട് പറയാണ്, ഞാൻ എന്തെങ്കിലും അവരുടെ കാര്യത്തിൽ എന്താ പറയാം എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ നിങ്ങളെ സപ്പോർട്ട് വേണം എനിക്ക്. അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്ത് അവന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരെയും അവളെ കാര്യം അറിയിച്ചാൽ മാക്സിമം സത്യം പറയല്ലോ, എനിക്ക് നിങ്ങൾ കണ്ടറിയാം, എനിക്ക് ഭയങ്കര വ്യൂസോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. ഞാൻ നോർമലി ഒരു തുടക്കക്കാരിയാണ്. അപ്പം ഇത് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നതല്ല എന്ന് വെച്ചാൽ എന്നെ പ്രൊമോട്ട് ചെയ്യണമല്ല. എനിക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അവളെ നോക്കാൻ പറ്റൂ. നിങ്ങൾ എൻ്റെ കാര്യം നോക്കണ്ട. മാക്സിമം അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട്. നിങ്ങൾക്ക് മുമ്പ് അറിയാം, ഈ പട്ടിക്കുട്ടിക്ക് വരുന്ന മുമ്പ് ഞാൻ ആഴ്ചയിൽ ഒരെണ്ണം മാസത്തിൽ ഒരെണ്ണം ഒക്കെയാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ മാക്സിമം ഞാൻ വീഡിയോ ഇടുന്നത് എന്തിനെന്ന് വെച്ചാൽ അങ്ങനെയല്ല ഗൈസ്, എനിക്ക് എന്തെങ്കിലും എനിക്കിപ്പോ അവനെ വളർത്തണമെന്ന് എനിക്ക് ഭയങ്കര സ്നേഹമുള്ളതും അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് ഒരു ഫിനാൻഷ്യലി സപ്പോർട്ട് ഇതിൽ നിന്ന് കിട്ടിയ മീൻസ് യൂട്യൂബിൽ നിന്ന് കിട്ടിയ എനിക്ക് നല്ല രീതിയിൽ എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോൾ എന്താ പറയാ യൂട്യൂബ് ഒന്ന് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ദിവസവും അവളെ വീഡിയോ ഇടും. അവളെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ അറിയിക്കാറുണ്ട്. മാക്സിമം എൻഗേജ് ചെയ്ത് യൂട്യൂബിൽ നിൽക്കണം. അതുകൊണ്ടാണ് അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ എനിക്ക് ഇതിൽ കൂടിയേ ചെയ്യാൻ പറ്റൂ. എനിക്കൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇതിൽ നിന്നേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് എന്താ പറയാ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പം പഠിക്കുന്ന കുട്ടിയാണ്. അപ്പം മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നെ നോക്കണ്ട. പട്ടിയുടെ കാര്യം ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ കള്ളം പറയണതല്ല. ഞാൻ നിങ്ങൾക്ക് അതുപോലെ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് കാണിക്കാം. അപ്പം അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ ചെയ്യണത് അതുകൊണ്ടാണ്. അല്ലാണ്ട് എനിക്ക് ഫേമസ് ആവാനോ ഒന്നുമല്ല. ഞാൻ മാക്സിമം എൻ്റെ മുഖം കാണിക്കാണ്ടാണ് വീഡിയോ ചെയ്യാറുള്ളത്. കാരണം ഇതെനിക്ക് വേണ്ടി ആയിട്ടല്ല. ഞാൻ ഫസ്റ്റ് എനിക്ക് പേഴ്സണലി യൂസിന് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തത് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷെ ഇപ്പം അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. അതാണ് സത്യം. നിങ്ങൾക്ക് എന്നെ കണ്ണു നോക്കൂ, ഞാൻ കള്ളം പറയണമെന്ന് തോന്നുന്നുണ്ടോ? സീരിയസ് ആയിട്ട് പറയണതാണ് ഗൈസ്. അവളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ അമ്മയ്ക്കൊന്നും ഇതിൽ വന്ന് നിൽക്കാൻ പറ്റില്ല. ഞാനാണ് മാക്സിമം ഇപ്പം ഒരുപാട് ഇതാണ്. അപ്പം എനിക്കൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇതിൽ നിന്നേ കിട്ടത്തുള്ളൂ. പാവം പട്ടിയെ ഓട്ടിക്കരുത് പ്ലീസ്. എനിക്ക് ആഗ്രഹമുണ്ട് പ്ലീസ്. നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ ഉന്നമനത്തിന് കാരണം. അങ്ങനെയല്ല, നമുക്ക് വീഡിയോ റീച്ച് ആയാലും അതിനെ വന്ധീകരിക്കാതെ ഒന്നും നമുക്ക് വളർത്താൻ പറ്റില്ല. ഒരാൾ ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്കെങ്കിൽ കാണാൻ പറ്റും ഈ നാട്ടിലായ ഷമീർ ഷാമു ആണ് ഇട്ടിരിക്കണത്. പാവം പട്ടിയെ ഓട്ടിക്കരുത് പ്ലീസ്. ഞാൻ ഓട്ടിക്കത്തില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ ജിയ 8608 പാവം അമ്മപ്പട്ടിയും കുഞ്ഞുങ്ങളെ നിങ്ങൾ വിശ്വസിച്ചവർ ഭക്ഷണത്തിനായി വരുമ്പോൾ വെള്ളം കൊണ്ടെങ്കിൽ പോലും എറിയരുത്. വിശന്ന് വലയുന്ന മിണ്ടാപ്രാണികൾക്ക് നാട്ടുകാരെ പേടിച്ച് ഭക്ഷണം കൊടുക്കാതിരിക്കരുത്. ദൈവം തുണയ്ക്കും. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ഒട്ടും ആഗ്രഹമില്ല അവനെ ഓട്ടിക്കണമെന്ന്. പക്ഷേ ഞാൻ വെള്ളമൊന്നും നനച്ചിട്ടില്ല. അവൾക്ക് പേടി. അതുകൊണ്ട് നമ്മൾ വെള്ളം ഇങ്ങനെ കുടഞ്ഞിക്കുമ്പോ അവള് 1 സെന്റിമീറ്റർ മുമ്പേ ഓടും. വെള്ളമൊന്നും എത്തിക്കൂല. അപ്പം സംഭവം ആൾക്കാരെ കടിക്കുന്നുണ്ട് റോഡിലല്ലേ. അപ്പം ആൾക്കാരെ ഇങ്ങനെ അവള് ഇങ്ങനെ കൊരയ്ക്കല്, മുറുവല്. അപ്പം അതേ മിണ്ടാതെ ഇപ്പൊ അവളെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിരുന്നോണ്ടിരുന്ന ആന്റി ഇങ്ങനെ അതാ വന്നല്ല നിന്റെ മറ്റേ പട്ടിക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നിൽക്കുകയായിരുന്നു. ഇവള് സ്നേഹത്തോടെ ബാക്കിൽ പോയി ഒറ്റക്കടി വെച്ചു കൊടുത്ത്. പിന്നെ ഒരു ആശുപത്രിയിലൊക്കെ പോയി കേട്ടോ. അപ്പൊ മനസ്സിലാക്കാമല്ലോ. അപ്പൊ അവളെ ഒന്നെങ്കിൽ കൂട്ടിലിട്ട് വളർത്താനേ നമുക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ അടുത്തത്, അതിനെ ഒന്ന് പന്തീകരിച്ചെങ്കിൽ ഇനി ഈ അവസ്ഥ ഉണ്ടാകത്തില്ലായിരുന്നു. സത്യം ഗൈസ്, സത്യം. അതിന് എനിക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് വരണം. കാരണം
5000 സംതിങ് രൂപ ഞാൻ അന്വേഷിച്ച കേസാണ്. അപ്പൊ 5000 സംതിങ് രൂപ വേണം. എന്റെ കൊണ്ടുപോകണമെങ്കിൽ തന്നെ ട്രാവൽ ചെലവ് ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. എങ്ങനെയെങ്കിലും 10 രൂപയാവും. അപ്പം അതൊന്നും എന്റെ കയ്യിൽ എടുക്കാനില്ല. ഒരു 100 രൂപ പോലും കയ്യിൽ എടുക്കാനില്ലാത്ത ഞാൻ എങ്ങനെയാണ് വന്ധീകരിക്കാൻ അവളെ കൊണ്ടുപോകണത്? കാരണം ഞാനൊരു നാട്ടും പുറത്താണ്, അമ്പൂരി കുട്ടപ്പൂ. അപ്പം തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ തന്നെ നല്ല ദൂരമുണ്ട് ഇവിടെ നിന്ന്. അപ്പം 3000 രൂപ അടുപ്പിച്ച് 10 സംതിങ് ആവും ഗൈസ്. അതുകൊണ്ട് അതിന്റെ ഇതൊന്നും എനിക്കില്ല. അപ്പൊ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എനിക്ക് ഇങ്ങോട്ട് വേണ്ടത്. എടുത്താൽ കുഴപ്പമില്ല. അപ്പം പുണ്യത്തിനൊന്നും അല്ല ഗൈസ്. അപ്പൊ അവളുടെ സ്നേഹം കാണുമ്പോ നമ്മൾ കൊടുത്തു പോകും അറിയാതെ. അതാണ് അവളുടെ ആ ഒരു സ്നേഹം. പിന്നെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന കാര്യം ചെവിയില് വെള്ളം വീഴും. പിന്നെ പട്ടിക്കുട്ടികളുടെ ഷാമ്പു ഉണ്ട്. എനിക്ക് അറിയത്തില്ല, ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഒരു പട്ടീനെ വളർത്തുന്നത്. എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ വീട്ടിലുള്ള ഷാമ്പൂ ഇട്ടാണ് ഇപ്പൊ കുളിപ്പിച്ചത്, ഹെഡ് ആൻഡ് ഷോൾഡർ. അപ്പം എനിക്ക് അറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് പട്ടിയെ വളർത്തുന്നത്. ഇത്രയും കാലം ഞാൻ പറഞ്ഞില്ല, എന്റെ വീട്ടിൽ പൂച്ചക്കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് പട്ടിക്കുട്ടികൾ വന്നത്. ഭയങ്കര സ്നേഹം ഗൈസ്. അതുകൊണ്ട് എനിക്ക് തന്നെ പിന്നെ കുളിപ്പിച്ചത് ഭയങ്കര നാറ്റമായി തുടങ്ങി. കാരണം 1 മാസം ആയില്ലേ അവര് ജനിച്ചില്ല. അപ്പൊ ഇനിയെങ്കിലും കുളിപ്പിച്ചില്ലെങ്കിൽ ഇതും കൂട്ടി 2 പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുളിപ്പിക്കാനാണ് ഇത് ബാത്റൂമിൽ തന്നെ. ജെസി 5380 മോളെ അവരെ നോക്കണം, പാവം കുട്ടികൾ, മോളെ ദൈവം കാക്കും രക്ഷിക്കും. മനുഷ്യരെക്കാൾ സ്നേഹിക്കുന്നത് നല്ലത് ഇവരെ മക്കളാണ്, മറ്റുള്ളവരെ എന്ന് വിചാരിച്ച് ഇതൊരു പുണ്യം കിട്ടും. സത്യമാണല്ലോ. എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇതൊക്കെ കാണുമ്പോൾ. ഭയങ്കര സന്തോഷം. നിങ്ങൾക്ക് എന്റെ മുഖം കണ്ടാൽ മനസ്സിലാവും. നല്ലൊരു ഡോഗും മക്കളും. ഞാനും 30 ഡോഗ്സിന് ഫുഡ് കൊടുക്കുന്നുണ്ട്. വീട്ടില് ഉണ്ട് 8 ഡോഗ്. ഒരിക്കലും ഓടിക്കരുത്, പാവമാണ്. മനസ്സിയോട് ചോദിച്ചാൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ ആരും പേടിക്കേണ്ട. വിശക്കുമ്പോഴാണ് അവർ വല്ലതും വയലന്റ് ആകുന്നതെന്നും. വിശപ്പ് ആഹാരം കൊടുത്തിട്ടും അത് വയലന്റ് ആവുന്ന ആഹാരം പ്രസവിച്ചതിന് ശേഷം. ഇപ്പൊ അത് പ്രഗ്നന്റ് ആയി, ഇപ്പം ഇതൊക്കെ ആയല്ലോ, കുഞ്ഞുങ്ങളായപ്പോഴാണ് അത് വയലന്റ് ആവാൻ തുടങ്ങിയത്. കാരണം അത് നോർമലാണ് ഗൈസ്. അമ്മ പട്ടികൾ വയലന്റ് ആവുന്നത് നോർമലാണ്. ഈ നല്ല ഇനമാണ് ഇത് നല്ല ഇനമാണ്. നാടനുമായി ക്രോസ് ആണ്. വളർത്താൻ പറ്റിയ കുഞ്ഞുങ്ങളാണ്. ആർക്കെങ്കിലും വേണം? ഇനിയുണ്ട് ഒരു 3 എണ്ണം. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയില് എന്റെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. പ്ലീസ്. ഷിജു 100 എപ്പോഴും എനിക്ക് മെസ്സേജ് ഇടും. എല്ലാ വീഡിയോയിലും ആരും ഇട്ടില്ലെങ്കിലും ഈ മാമൻ ഇടും. രാജുശ്രീ അമ്മ അച്ഛൻ വീഡിയോ സൂപ്പർ. താങ്ക് യു. നിങ്ങളുടെയൊക്കെ ഓരോ മെസ്സേജാണ് സത്യം പറഞ്ഞാൽ. എല്ലാം വായിക്കാൻ പറ്റത്തില്ല. എല്ലാരും പറയണത് അമ്മ പട്ടിയെ ഓട്ടിക്കരുത്, പാവം കിട്ടും, വിശന്നിട്ടല്ലേ. ഇതൊക്കെയാണ് എല്ലാരും ചോദിക്കുന്നത്. എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് സംഭവം. നമ്മൾ നോക്കി കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ. ശരികൾ ചെയ്യാൻ ആരെയും പേടിക്കേണ്ട. ദേവി പരമേശ്വരൻ 4676 ആണ് കമന്റ്. നല്ലത് ചെയ്യണമെങ്കിലും പേടിക്കണം. കാരണം ഇത് വൺ വിഷയമായിരുന്നു ഗൈസ് ഇവിടെയൊക്കെ. എന്ന് വെച്ചാൽ പട്ടി വരുമ്പോഴായിരുന്നു നിങ്ങൾ നാട്ടുകാരെ കൊല്ലാൻ വേണ്ടിയാണോ പട്ടീനിക്ക് ചോറ് കൊടുക്കുന്നത്, ഫുഡ് കൊടുക്കുന്നത്? നിങ്ങൾ പട്ടിക്ക് നാട്ടുകാരെ കൊല്ലിക്കാനാണോ? എന്റെ മുഖത്ത് നോക്കി ചോദിച്ചവരുണ്ട്. പിന്നെ എന്റെ അമ്മയുടെ നഷ്ടപരിഹാരം വേണം. ഈ പട്ടി ആരെയോ പോയി കടിച്ചിട്ട് നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കണം. അതിന് ഫുഡ് കൊടുത്തതുകൊണ്ട് മാത്രം. പിന്നെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ എന്റെ അമ്മയെ കണ്ടിട്ട് കുറെ പേര് പറഞ്ഞു ആ 2 പിള്ളേരെ അടിക്കണം, ഇതേപോലെ ഓരോണത്തിനെ വീട്ടിൽ കേട്ടണോണ്ട് ഫുഡ് അടിക്കണം. അമ്മയുടെ അടുത്ത് പറഞ്ഞാണ് മക്കളെ അടിക്കണം. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ത് പറയാനാ? ആർക്കെങ്കിലും ഒക്കെ അഡാപ്റ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കോൺടാക്ട് നമ്പരും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചാൽ മതിയാവും. പിന്നെ അല്ല പറ്റത്തില്ല എങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID എൻ്റെ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വന്ന് മെസ്സേജ് ഇട്ടാലും മതി. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ചോദിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇടുക. അപ്പം ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. മാക്സിമം എനിക്ക് പറ്റുന്ന റിപ്ലൈ ഒക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇനിയും കമന്റിന് റിപ്ലൈ ആയിട്ട് വരാം.
അപ്പം നിങ്ങളുടെ സ്നേഹമാണ് എനിക്ക് ആ പട്ടീനെ ഇപ്പോഴും എനിക്ക് ഇതുപോലെ സംരക്ഷിക്കാനുള്ള ഒരു ധൈര്യം കിട്ടുന്നത്. അപ്പം മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്, എങ്കിലല്ലേ പറയാൻ പറ്റും. എനിക്ക് യൂട്യൂബിൽ ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് എന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന്. അപ്പം ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ ഷെയറും ആർക്കെങ്കിലും ഈ പട്ടീനെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വന്ന് എടുക്കുവാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് അയച്ചു കൊടുത്ത് ആർക്കെങ്കിലും ഒക്കെ ഈ പട്ടീനെ അഡാപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. വേണമെങ്കിൽ വന്നിയായിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യാം. മീൻസ് ഫിനാൻഷ്യലി ആയാലും നമ്മളെ കൊണ്ട് പറ്റണം നമ്മൾ തരുന്നതായിരിക്കും ഒക്കെ തരാൻ പറ്റും. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. അപ്പം കമന്റ് മൊത്തം ഞാൻ വായിച്ചില്ല, അമ്മ ഇവിടെ നിന്നാണ് കമന്റ് മൊത്തം വായിച്ചില്ല. അപ്പം ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. ഞാൻ ഒരു നെഗറ്റീവ് ഒക്കെ വായിച്ചിട്ടുള്ളൂ. ഒരുപാട് നെഗറ്റീവ് കമന്റ് ഉണ്ട്. അപ്പം അതൊക്കെ നാളെ ഞാൻ വായിക്കാം. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും സീ യു, ടാറ്റ, ബൈ ബൈ.